ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല മഴയുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മഴ നോക്കി നിൽക്കുന്നുള്ളതാണ്. മഴ എടുത്തു, മഴ രാവിലെ അല്ല, ഇന്നലെ മുതൽ നല്ല മഴയാണ്. ഭയങ്കര ബോറിങ്. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടാളും ഫുഡ് കഴിച്ചിട്ട് ഉള്ളതാണ്. ഓക്കും ഫുഡ് കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവൾ ഇനി എന്തായാലും ഉറങ്ങില്ല എന്ന് ഉറപ്പാണ്. കാരണം എന്താ രാവിലെ 10 മണിക്കായിരുന്നു എഴുന്നേറ്റത് ഇവള്. എന്നിട്ട് ഇപ്പോൾ ഒരു 12 മണിയാവുമ്പോൾ പിന്നെയും ഉറങ്ങി. എന്നിട്ടിപ്പോൾ 1:30 എഴുന്നേറ്റു. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുമായി. ഇപ്പോൾ 2 മണി കഴിഞ്ഞ സമയം. ഇപ്പം പിന്നെ നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. കാരണം മഴയത്ത് നല്ല രസമല്ലേ കിടന്നുറങ്ങാൻ. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. ഇവളുടെ കാര്യം പറയാൻ പറ്റില്ല എന്താന്ന്. വണ്ടിയിലിരിക്കുന്ന കിയറിൻ്റെ വണ്ടി കൊടുത്തു. കിയറിൻ്റെ വണ്ടി അതുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇവളിങ്ങനെ ഇത്ര സമയം അവിടെ എൻ്റെ ഒന്നിച്ച് നല്ല ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും താഴെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവളെ ഞാനൊന്ന് വാക്കറിൽ ഇരുത്തി നോക്കട്ടെ. ഇരിക്കുമോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് നോക്കാം. വാക്കറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പിങ്ക് തന്നെയാണ്. ഈ ഒരു ഗേൾ ബേബിക്ക് പിങ്ക് ആണല്ലോ പൊതുവെ, അതുകൊണ്ടായിരിക്കും. വാക്കറും പിങ്ക്, ചെയറും പിങ്ക്, ആ ഒരു കാറും പിങ്ക്. വാ വാ, ഇങ്ങോട്ട് വാ. സ്ലോ അല്ല പോകുന്നത്, സ്പീഡാണ് പോകുന്നത്. പിന്നെ എവിടെയും മുട്ടുന്നുള്ള പേടിയില്ലല്ലോ. വണ്ടി ആ ഒരു വാക്കറിന് മാത്രമേ എന്തെങ്കിലും പ്രശ്നം. ഈ ഒരു സ്റ്റെപ്പ് കയറുന്ന മുകളിലേക്ക് പോ. അപ്പോൾ ഓളിതാ വാക്കറിലുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. സ്പീഡ് എങ്ങോട്ടാണെന്നൊന്നുമില്ല, ഒരേ പോക്ക് തന്നെ. വാ, ഇങ്ങോട്ട് വാ. എന്ത് അതിന്റെ ആ ഒരു സാധനം വലിച്ചെറിയുന്നതാണ് ഓള് എടുത്തിട്ട്. അത് എത്ര നമ്മൾ ഫിറ്റ് ചെയ്താലും ഓളത് വലിച്ചിട്ടെടുക്കും. ഇപ്പൊ അതാണ് മുകളിലുള്ള ആ ടോയ്സ് ഒക്കെ ചോദിക്കുന്നുള്ളതാണ്. താഴെ വീണാ എടുക്കണാ? വാ, ഇങ്ങോട്ട് വാ, അമ്മ വെക്കുന്നത് അതില്. വാ, തുമ്മിയാ കൈയെടുക്ക്, കൈയെടുക്ക്. ഇവിടെ വെക്കുന്നു, ഇവിടെ വെക്കുന്നേ. അതിപ്പോ എടുത്ത് കളയും. നമുക്ക് പിന്നെ പല്ലൊന്നും വന്നിട്ടില്ല. പല്ലെടുത്തു കിയാരന്റെ പല്ല്, പല്ല്. അതിലിരിക്ക, കാറിലിരിക്ക. വാ, കാറ് കൊണ്ടാ പോ. ഏയ് കുത്തക്കേട് കണ്ട.
അതിന് ഞാൻ ഇറക്കിയതായിരുന്നു താഴെ. കിയര കാറ് കൊണ്ടാ പോ, കാറ് പോ, കാറ് അതാടാ, കാറിലിരിക്കാം. വാ വാ, ഇടാ പാട്ട് പാടുന്ന വണ്ടി കൊണ്ട. കാറ് എന്ന് പറയുമ്പോ താഴെ അല്ല പുറത്ത് നോക്കുന്നു. എന്ത്? ഇങ്ങോട്ട് വാ, താഴേക്ക് വാ. അതില് കേറുന്നാ? അതിലാക്കണ നിന്ന? ഓയ്, അതിലാക്കണ വാക്കല്ലിരിക്കുന്ന? അപ്പൊ ഇവക്ക് പല്ല് വന്നോ അല്ലെങ്കിൽ പല്ല് വന്നോ അല്ലെങ്കിൽ പല്ലെന്താ വരാത്തേന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവക്ക് പല്ല് വന്നിട്ടില്ല. പല്ലെന്താ വരാത്തേന്ന് അറിയില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്. പല്ല് എന്താ കുറേ പിള്ളേർക്ക് ലേറ്റായിരിക്കും, അതിൽ വലിയ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല, വരുമ്പോൾ വരുമായിരിക്കും. പിന്നെ ഇവിടെ താഴെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, അനിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കും പല്ല് വന്നത് 1 വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു. 1 വയസ്സും 1 മാസം 2 മാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അയോമിക്കും അങ്ങനെ തന്നെയാണ്, 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് പല്ല് വന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടുള്ളതിൽ 2 കുഞ്ഞുങ്ങൾ ഇവർ രണ്ടാൾ തന്നെയാണ് പല്ല് വരാൻ ലേറ്റായത്. പിന്നെ ബോയ് ബേബീസിനൊക്കെ കുറച്ച് വേഗം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അറിയില്ല, എൻ്റെ കസിൻ്റെ കുഞ്ഞിക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിക്കും വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ 6 മാസം 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതെന്താ, പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് പല്ല് ലേറ്റായി വന്നാലാണ് നല്ലത്, വേഗം പോവില്ല എന്നൊക്കെ. പിന്നെ കുഞ്ഞിൻ്റെ തലയൊക്കെ ഉറപ്പുണ്ടെങ്കിൽ പല്ല് വരാൻ ലേറ്റായിരിക്കും, അതുകൊണ്ട് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ഒന്നും അറിയില്ല. വണ്ടി തിരിക്കുന്നെങ്ങനെ? എന്ത് വീണ്ട പറഞ്ഞോണ്ട് വീണ്ടാന്ന് ഞാൻ പറഞ്ഞോണ്ട് നിനക്ക് പേടിയായതല്ലേ? ഇതാ കള്ളക്കരച്ചില് കണ്ട കിയാനന്റെ കള്ളക്കരച്ചില്. കിയാര എന്ത് എന്ത് ആടെ എന്തിയ വേണ്ടേ? എന്തിയേ ഇതാ എടുത്തോ, എടുക്ക്. ഈ കാക്ടസിന്റെ ബാറ്ററി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, വർക്കാവുന്നില്ല. മഴ വിടുന്ന ലക്ഷണമൊന്നുമില്ല. മഴയാണ് ഇവള് കാണിക്കുന്നുള്ളത്. വണ്ടി പോകുന്ന സൗണ്ടും പട്ടി കരുക്കുന്ന സൗണ്ടും ഒക്കെ കേട്ടിട്ട് ആളിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അമ്മ എന്ന് വിളിക്കുന്ന അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം അമ്മ എന്നൊന്നും വിളിക്കലില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പപ്പാന്ന് കറക്റ്റല്ല, ഇങ്ങനെ പപ്പ അങ്ങനെയൊക്കെ ആക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവള് ചിലപ്പോൾ പപ്പ എന്നായിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ അങ്ങനെ അമ്മ എന്ന് വിളിക്കില്ല, അച്ഛ അങ്ങനെ വിളിക്കുന്നവർ. അപ്പം ഇവള് പപ്പ എന്നാണ് വിളിച്ച്. ഇടയ്ക്ക് കരയുന്ന സമയത്ത് വിളിക്കാറുണ്ട് അമ്മാന്ന്. ഏയ് പപ്പ കണ്ട, ഇവള് പപ്പാസ് ഗേളാണ്. ലുക്കും അതേപോലെ തന്നെ ഇപ്പൊ വിളിക്കുന്നതും പപ്പാന്നല്ലേ.
ഞാനും ഇവളും മാത്രമുള്ള സമയത്ത് ഇവള് ഇങ്ങനെ ഞാൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞോളം അങ്ങനെ ആക്കലുണ്ട്. പിന്നെ ക്യാമറ കണ്ടാൽ ആൾ ഭയങ്കര സൈലൻ്റ് ആണ്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അമ്മ എല്ലാം വീഡിയോ കോൾ ആക്കുന്ന സമയത്തും ഇവള് ഞാൻ പറഞ്ഞാലൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ ഇവള് വെറുതെ ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. തല എവിടെ ഉണ്ടെന്ന് കാണിക്കുമ്പോൾ ചോദിക്കുമ്പോൾ തല കാണിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതുമില്ല. അപ്പോൾ ഇവക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും ഉറങ്ങണം എന്നുണ്ട്, കാരണം ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കെന്തോ ഉറക്കം വന്നില്ല ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ഇവള് ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതെനിക്ക് രാത്രി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവള് രാത്രി ഉറങ്ങുന്നത് കുറേ ലേറ്റായിട്ടാണ്. ചില ദിവസം മാത്രമാണ് വേഗം കിടന്നുറങ്ങാറ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവൾ ഉറങ്ങുന്ന ആ ഒരു ചാൻസിൽ ഞാനും കൂടി ഉറങ്ങാറാണ്. അപ്പോൾ ഇപ്പം നോക്കാം ഇവൾ ഉറങ്ങുന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബും കൂടി ചെയ്യണേ. ടാറ്റാ ബൈ. ടാറ്റ പറയാ. ടാറ്റാ ടാറ്റാ. ഇല്ല, ആള് വേറെ ഏതോ ലോകത്താണ്. അപ്പോൾ ഓക്കെ ബൈ.